ഹേയ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് എനിക്ക് യൂട്യൂബ് ഉണ്ട് എന്ന് പറയുമ്പോൾ എത്ര സബ്സ്ക്രൈബറായി, അല്ലെങ്കിൽ വ്യൂസ് ഉണ്ടാ, എങ്ങനെ ഉണ്ട്, നീ എന്ത് വീഡിയോ ഇടുന്നത്, ഇതൊക്കെ ചോദിക്കുന്നതിനെക്കാട്ടും കൂടുതൽ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും കിട്ടിത്തുടങ്ങിയ എത്ര കിട്ടുന്നുണ്ട് എന്നാണ് എൻ്റെ അടുത്ത് പൊതുവേ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ചോദിക്കുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നുള്ളത് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇല്ല, കിട്ടി തുടങ്ങിയിട്ടില്ല, അതിനൊന്നും ആയിട്ടില്ല, അതിനൊക്കെ ഇനിയും ഉണ്ടെന്ന് പറയുമ്പോഴും അവർ പറയും എന്നാലും എന്തെങ്കിലും കൊച്ചു കള്ളി പറയാത്തതാണ് അങ്ങനെയൊക്കെ പറയൂട്ടാ. അപ്പോൾ എന്താ അങ്ങനെ അവർക്ക് എന്താ കിട്ടണമെന്നുള്ള അറിയാനുള്ള ഒരു ആകാംക്ഷയാണ് ഏറ്റവും കൂടുതലുള്ളത് കേട്ടാ. അപ്പോൾ എന്താ പറഞ്ഞ അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് വരുമാനം എത്രയുണ്ട് എന്നുള്ളതാണ് കേട്ടോ. യൂട്യൂബ് വരുമാനം എത്രയുണ്ടെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മളെ യൂട്യൂബേഴ്സിന് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. യൂട്യൂബിൽ നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആവണം എന്ന് വെച്ചാൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 മണിക്കൂർ 4000 വാച്ച് അവറും ആവണം. 4000 വാച്ച് അവറും ആയാലേ നമുക്ക് മോണിറ്റൈസേഷൻ ആവുള്ളൂ. മോണിറ്റൈസേഷൻ എനിക്കിതുവരെ ആയിട്ടില്ല. സംഭവം ഞാൻ തുടങ്ങിയിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും എത്രയായി തുടങ്ങിയിട്ട് ചോദിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ തുടങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞു. 4 വർഷം കഴിഞ്ഞെന്ന് വെച്ചാൽ അത് യൂട്യൂബുകാരെ പ്രശ്നം കൊണ്ടല്ല എൻ്റെ മോണിറ്റൈസ് ആവാത്തത്, എൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ വീഡിയോസ് ഒരു മാസം ഇട്ടാൽ പിന്നെ 2 മാസം കഴിയും ഇടാൻ, അടുത്ത മാസം ഒരു വീഡിയോ ഇട്ടാൽ പിന്നെ ഇടൂല. അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം 4 വർഷം കഴിഞ്ഞ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് തന്നെ ഒരു 2-3 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുമായിരുന്നു. പക്ഷെ ഞാൻ 4 വർഷം എടുത്തിട്ടാ. 4 വർഷം കഴിഞ്ഞ് ഇപ്പോഴും എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സും കൂടി ആയിട്ടില്ല. 1K സബ്സ്ക്രൈബേഴ്സും കൂടി ആവാത്ത എനിക്ക് എങ്ങനെയാ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുക? അതും കൂടി നിങ്ങളൊന്ന് പറഞ്ഞായോ? ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞ് മടുത്ത് ചോദിച്ചവരെന്നെ വീണ്ടും ചോദിക്കും, 4 എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവില്ല, ഇത്രയും കാലമായില്ലേ, എന്തിനാ ഇതിന് നിൽക്കുന്നത്, എനിക്കെന്താ ഭ്രാന്ത് ഉണ്ടാ, ഇത്രയും കാലമായിട്ട് പോലും ഒന്നും കിട്ടണില്ലെങ്കിൽ പിന്നെ ഇതിന് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, എന്തിന് നിൽക്കുന്നത്, അങ്ങനെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞ് മടുത്ത്. ഒരു മനുഷ്യൻ പറയുന്നതിനൊരു പരിമിതിയില്ലേ, അപ്പോൾ പറഞ്ഞ് മടുത്ത. അപ്പം ഞാൻ വിചാരിച്ചത് ഒരാളെന്നല്ല കേട്ടോ, എല്ലാവരും യൂട്യൂബിൽ ഇപ്പം ഞാൻ പുതുതായിട്ട് ഒരാളെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ആളിൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ ചെറുതായിട്ട് യൂട്യൂബ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവരും പറയണത് അതാണ്, എത്ര കിട്ടുന്നുണ്ട്. അപ്പം ടോട്ടലി എല്ലാവർക്കും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാ അതോ അതിനേക്കാൾ കൂടുതൽ അറിയാൻ ആകാംക്ഷ നമുക്ക് എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കുറേ ആയി ഇടണം എന്ന് വിചാരിക്കുന്നത്. ഇപ്പം 1K ആവാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു 1K ആവുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ പുറത്ത് പോകാൻ നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പം തന്നെ എടുത്തിടാന്ന് കരുതി. അപ്പം സംഭവം ഇത്രേ ഉള്ളൂ. ഇനി പുതുതായിട്ട് ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ ഓരോരുത്തർ 1K ഒക്കെ അടിക്കുന്നുണ്ട്. ഒരു വർഷം കൊണ്ട് 4-5 മാസം കൊണ്ട് തന്നെ 1 lakh അടിക്കുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, ഒരിക്കലും നമ്മൾ മറ്റുള്ളവരിത് കണ്ടിട്ട് അവർക്ക് ഇത്ര കിട്ടുന്നുണ്ട്, അവർക്ക് എന്തുകൊണ്ട് ഇത്ര കിട്ടുന്നു, എനിക്ക് കിട്ടുന്നില്ല എന്നങ്ങനെ ആരും ചിന്തിക്കാണ്ടിരിക്കുക. കാരണം നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ യൂട്യൂബിൻ്റെ കമൻറ്റിൻ്റെ താഴെ തന്നെ ഞാൻ കാണുന്ന ഒരു കമൻറ്റാണ്, എനിക്കെന്താ ഭ്രാന്താണ്. ചിലപ്പോൾ തമാശക്കായിരിക്കും, ചിലപ്പോൾ കാര്യത്തിലായിരിക്കും. എന്നാലും ഞാൻ കാണുന്ന ഒരു കമൻറ്റാണ്, എനിക്കെന്താ ഭ്രാന്ത് ഉണ്ടാ, ഇതിനൊക്കെ ചെയ്യുക. സത്യം പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ സിമ്പിൾ പരിപാടിയേ അല്ല കേട്ടോ. ഈ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമന്റ് വന്ന് പറയും, എന്നിട്ട് പറയാം എനിക്ക് വല്ല പണിക്കും പോയിക്കൂടെ എന്നൊക്കെ പറയുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, വേറെ വല്ല പണിക്കും പോകുന്നതാണ് ഇതിലും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അത്രക്ക് റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇവിടെ നിന്ന് പറയണ ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുക, അങ്ങോട്ട് ഇടുക, അവർക്ക് വരുമാനം കിട്ടുക, അങ്ങനെയാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ
ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് എഫേർട്ട് എടുക്കണം. ഈ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് തല പുകഞ്ഞു പോകും സത്യം പറഞ്ഞാൽ. അപ്പോൾ അതിനൊക്കെ റെഡി ആയിട്ട് മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവ് കമൻസും എല്ലാതും കേൾക്കാൻ റെഡി ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ റെഡി ആയിട്ട് ഉഴപ്പ് കാണിക്കാണ്ട് മടി കാണിക്കാണ്ട് വീഡിയോസൊക്കെ ഇടാൻ റെഡി ആയിട്ട് വേണം നമ്മൾ യൂട്യൂബിലേക്ക് ഇറങ്ങാൻ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു റിസൾട്ട് കിട്ടും കേട്ടോ. റിസൾട്ട് കിട്ടാണ്ടിരിക്കൂല. എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ താമസിക്കുന്നതും പിന്നെ എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആവാത്തതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം ഞാൻ തന്നെയാണ്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ്. അല്ലാതെ യൂട്യൂബിൽ എനിക്ക് വെറുതെ പൈസ തരുമല്ലോ, അത് മോണിറ്റൈസ് ആവണ്ടേ. മോണിറ്റൈസ് ആയാലല്ലേ എനിക്ക് പൈസ തരുള്ളൂ അവർ. അപ്പോൾ അതാണ് മെയിൻ കാരണം എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. എനിക്ക് പൈസ കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ലേ എന്നുള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇനിയെങ്കിലും എൻ്റെ അടുത്ത് എത്ര കിട്ടുന്നുണ്ടെന്ന് ചോദിക്കാണ്ടിരിക്കുക. ഇനിയിപ്പോൾ കിട്ടൽ തുടങ്ങിയാൽ ഇൻഷാ അല്ലാ കിട്ടൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അന്ന് എന്തായാലും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം. കാരണം നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് ഭയങ്കര ഒരു ഇതാണല്ലോ, എന്താ പറയുക, കിട്ടുന്നില്ല പറയാൻ, വാക്കുകൾ കിട്ടണില്ല. അപ്പം നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ, എനിക്ക് കിട്ടിയത് ഇനി അവരെ അറിയിക്കണം എന്നൊക്കെ ഉള്ളത് എന്തായാലും നമ്മൾ അറിയിക്കാണ്ടിരിക്കൂലല്ലോ. അപ്പോൾ 1Kക്ക് ഞാൻ വിചാരിച്ചൊരു കാര്യമായിരുന്നു. ഫസ്റ്റിൽ ഞാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചൊരു കാര്യമായിരുന്നു കേക്ക് മുറിക്കണം. 1K സെലിബ്രേഷനൊക്കെ എല്ലാവരും ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ ഞാനും അതുപോലെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. പക്ഷേ ഇതിപ്പോൾ 4 വർഷം കഴിഞ്ഞ് എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ചിലവർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസ് ഇട്ട് ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടൂല. അവർ ഞാൻ ഇടുന്നത് പോലെ തന്നെ ഇടുന്നുണ്ടാവുള്ളൂ. പക്ഷെ അവർക്ക് ഒറ്റയടിക്ക് കണ്ടിക്ക് കയറും. ഒരു വീഡിയോ തന്നെ കയറുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും കയറിയിട്ടില്ല കേട്ടോ. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മാത്രം ആ വീഡിയോമേ കയറാറുള്ളൂ. വ്യൂസ് ആയാലും സബ്സ്ക്രൈബേഴ്സ് ആയാലും. ഇനിയിപ്പോൾ ഒരു വീഡിയോമേ 10, 12, 20 സബ്സ്ക്രൈബേഴ്സ് വരെ കയറിയ ടൈം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഈ പറയുന്നത് പോലെ ഒറ്റയടിക്കുള്ളൊരു കയറ്റുണ്ടല്ലോ, അതൊന്നും എനിക്ക് ഉണ്ടായിട്ടുണ്ടായില്ല. ഞാൻ ഇടുന്നതിനനുസരിച്ച് മാത്രം. ചില ആൾക്കാരുടെ ഞാൻ ശ്രദ്ധിച്ച് ഇടാണ്ട് അവരിരുന്നാലും ഫസ്റ്റിൽ കുറച്ച് വീഡിയോസ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് താനെ അതിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സും വ്യൂസൊക്കെ കയറി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ കയറിയിട്ടില്ല കേട്ടോ. ഞാൻ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ ആ ഇടുന്നതെന്ന് മാത്രമേ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആയാലും വ്യൂസ് ആയാലും കയറാറുള്ളൂ. കുറേയൊക്കെ ഒന്നുകൊണ്ട് കുഴപ്പമില്ലാണ്ട് വരും. പിന്നെ വീഡിയോ ഇടാതായ നല്ല ഡൗൺ ആവും. എന്നാലും ഞാൻ വീണ്ടും കുറേ കഴിഞ്ഞിട്ട് വീഡിയോ ഇടുമ്പോൾ കുഴപ്പമില്ലാണ്ട് തന്നെ വരും. പക്ഷെ ഇപ്പോൾ ഏതായാലും 4 വർഷമായില്ലേ ഞാൻ തരികിട കളിക്കണം. അപ്പോൾ യൂട്യൂബേരും മനസ്സിലാക്കി അവള് ഫുള്ള് തരികിടയാണ്. അപ്പോൾ അവർ വിചാരിച്ച 1000 ആൾക്ക് വ്യൂസ് കൂട്ടി കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പം പറ്റ കുറവാട്ടോ വ്യൂസ്. ഇപ്പം എനിക്ക് ലെങ്ത്തുള്ള വീഡിയോസിനാണെങ്കിൽ 100ൻ്റെ താഴെ, 100ൻ്റെ കുറച്ച് മേലേക്ക്. മറ്റേത് ആദ്യം അങ്ങനെയല്ലായിരുന്നു, എന്നാലും കുറച്ച് വ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പറ്റ കുറവാണ് വ്യൂസ് വന്നിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. എൻ്റെ യൂട്യൂബ് വരുമാനം എന്ന് പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. എനിക്ക് വരുമാനമൊന്നും കിട്ടില്ല ഗൈസ്. കിട്ടുമ്പോൾ ഞാൻ നിങ്ങളെന്തായാലും അറിയിക്കും. എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാവരും എന്ന് വെച്ചാൽ ഇന്നെ അറിയുന്ന ആൾക്കാർ കേട്ടോ, എൻ്റെ കോണ്ടാക്റ്റിൽ ഉള്ള ആൾക്കാരെന്ന് ഞാൻ പറയണേ. വീഡിയോ കണ്ടിട്ട് നേരെ വന്ന് വാട്സപ്പിൽ വന്ന് കമൻറ്റ് ചെയ്യും, ഇതിങ്ങനെ ഇതിങ്ങനെ ആക്കിക്കൂടെ അങ്ങനെ ആക്കിക്കൂടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി അങ്ങനെ ചെയ്യാതെ നിങ്ങൾ നേരിട്ട് യൂട്യൂബിൻ്റെ താഴെ തന്നെ വന്ന് കമൻറ്റ് ചെയ്യുക പ്ലീസ്. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഗൈസ്, ഇതെങ്കിലും നിങ്ങൾ കേൾക്കണം. എൻ്റെ യൂട്യൂബ് വരുമാനത്തിനെ പറ്റി നിങ്ങൾക്കൊരു ധാരണ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൊടമണിയും കൂടി കുത്തി പൊട്ടിക്കാൻ മറക്കരുത്. എന്നാലേ ഞാൻ ഭാവിയിൽ എപ്പോൾ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും സൈനിങ് ഓഫ് അർഷിത ഷമീർ.